എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഗോൾഡ് എത്തുന്നത്? ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ടോട്ടൽ മാർക്കറ്റ് നമ്മൾ കണക്കാക്കുന്നത് ഒരു 1500 ടൺസ് പെർ ആനമാണ്. ഈ 1500 ടൺസിൽ 700 ടണ്ണോളം ഇമ്പോർട്ട് ചെയ്തതാണ്. ഈ 700 ടൺ എന്ന് പറഞ്ഞാൽ അതിലൊരു 300 ടണ്ണ് ഞങ്ങളെപ്പോലുള്ള റിഫൈനറികൾ പുറത്തുനിന്ന് മൈനിങ് വെസ്റ്റ് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ റിഫൈൻ ചെയ്ത് അത് ബുള്ളിയനാക്കി മാറ്റുന്ന ഒരു 300 ടൺസ് ഉണ്ട്. മറ്റു 300 ടൺസ് സ്വിറ്റ്സർലൻഡ്, UAE തുടങ്ങിയ റിഫൈനറികളിൽ നിന്നും കിലോ ബാറായിട്ടാണ് വരുന്നത്. മറ്റൊരു 150 ടണ്ണ് എക്സ്പോർട്ടിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 750 ടണ്ണ് കൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഒരു 750 ടണ്ണോളം വരുന്നുണ്ട്. ഇങ്ങനെ 1500 ടണ്ണുണ്ട്. ഈ 1500 ടണ്ണെന്ന് പറയുന്നൊരു ഊഹപോഹം മാത്രമല്ല. BISന്റെ പോർട്ടൽ, BIS ഹോൾമാർക്ക് ചെയ്യുന്നതിനൊരു പോർട്ടലുണ്ട്. അവിടെ കൃത്യമായ കണക്കുകളുണ്ട്. എത്ര ഹോൾമാർക്ക് ചെയ്ത് എന്താണ് അതിൻ്റെ തൂക്കുന്നുണ്ട്. അപ്പം BISന്റെ പോർട്ടലിൽ ഹോൾമാർക്ക് ചെയ്തത് മാത്രം 1200 ടണ്ണാണ് പെർ ആനം. അത് ക്ലിയർ കണക്കാണ്. ഏത് ജുവലർ എവിടെ എന്നുള്ളതിനെല്ലാം കൃത്യമായ കണക്കുണ്ട്. ബാക്കി ഒരു 300 ടണ്ണ് ഹോൾമാർക്ക് ചെയ്യാത്ത പഴയ സ്വർണ്ണങ്ങളും ഹോൾമാർക്ക് ഇന്ത്യയിലും 746 ഡിസ്ട്രിക്ട്സിൽ 346 ഡിസ്ട്രിക്ട്സിൽ മാത്രമേ ഹോൾമാർക്കിംഗ് വന്നിട്ടുള്ളൂ. ബാക്കി 400 ഡിസ്ട്രിക്ട്സിലും ഹോൾമാർക്കിംഗ് ഇല്ല. അവിടെ ഈ കച്ചവടം നടക്കുന്നുണ്ട്.